ഹലോ, നമ്മളപ്പോൾ മണവും മധുരവും എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിനകത്ത് അമ്മുപ്പൂമ്പാറ്റയും പൂക്കളെയും ഒക്കെ പരിചയപ്പെട്ടു അല്ലേ. പിന്നെയോ കുഞ്ഞനണ്ണാനെ പരിചയപ്പെട്ടു. അവർ കിങ്ങിണിക്കാട്ടിൽ പോയി പലതരത്തിലുള്ള പഴങ്ങളൊക്കെ കഴിച്ചു അല്ലേ. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പഴം പഴം മുത്തശ്ശി എന്നൊരു ഭാഗമാണ്. എങ്കിൽ നമുക്കത് നോക്കിയാലോ. അമ്മാള് മുത്തശ്ശി പഴങ്ങൾ പറിച്ച് സഞ്ചിയിലാക്കി. മുത്തശ്ശി ആവണിക്കും സുഹ്റയ്ക്കും മണമുള്ള മാമ്പഴം നൽകി. ഹായ്, എന്തു മധുരം, സുഹ്റ പറഞ്ഞു. പഴം പഴം മുത്തശ്ശി. ഹേമന്തും മണിയും ഓടിയെത്തി. മുത്തശ്ശി അവർക്കും മാമ്പഴം കൊടുത്തു. അമ്മാളും മുത്തശ്ശി ആവണിക്കും സുഹ്റയ്ക്കും ഹേമന്തിനും മണിക്കും ഒക്കെ മണമുള്ള മാമ്പഴം കൊടുത്തു അല്ലേ. ഇതുപോലെ വേറെയും ധാരാളം പഴങ്ങളുണ്ട് അല്ലേ. തൊട്ട് താഴെ നോക്കൂ, ഒരു കവിത കണ്ടോ എല്ലാവരും? നമുക്കതൊന്ന് ചൊല്ലി നോക്കിയാലോ. വരികൾ കൂട്ടിച്ചേർത്തു പാടാം. നല്ലത് നല്ലത് കുട്ടിയോളെ, മാങ്ങ നല്ലത് കുട്ടിയോളെ, നല്ലത് നല്ലത് കുട്ടിയോളെ, മാങ്ങ നല്ലത് കുട്ടിയോളെ, നല്ലത് നല്ലത് കുട്ടിയോളെ, പപ്പായ നല്ലത് കുട്ടിയോളെ, നല്ലത് നല്ലത് കുട്ടിയോളെ, പപ്പായ നല്ലത് കുട്ടിയോളെ. അപ്പോൾ ബാക്കിയുള്ള വരി ഇതുപോലെ നമ്മൾ പൂർത്തിയാക്കണം. എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടത്? നല്ലത് നല്ലത് കുട്ടിയോളെ, മാങ്ങ നല്ലത് കുട്ടിയോളെ, നല്ലത് നല്ലത് കുട്ടിയോളെ, പപ്പായ നല്ലത് കുട്ടിയോളെ. എന്താണ്? മാങ്ങ, പപ്പായ പഴങ്ങളാണല്ലേ. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത പഴങ്ങളുടെ പേരുകൾ എഴുതിക്കൊണ്ട് നമുക്ക് കവിത പൂർത്തിയാക്കാം. അപ്പോൾ നിങ്ങളത് ചെയ്യുമല്ലോ. കുറഞ്ഞത് ഒരു 3 പഴങ്ങളുടെ പേരെങ്കിലും എഴുതിക്കൊണ്ട് വേണം കവിത പൂർത്തിയാക്കാൻ. നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഒരു പ്രവർത്തനമുണ്ട്, കളങ്ങളിൽ ആരൊക്കെയെന്ന്. കളങ്ങളിൽ കുറച്ച് പേരുകൾ കാണാം, പഴങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ പേരുകൾ. അത് നിങ്ങൾ കണ്ടെത്തി അതിനു ചുറ്റും വട്ടം വരയ്ക്കണം. അപ്പോൾ അത് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ക്ലാസ്സിൽ വരാൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം.